പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കളഞ്ഞത്? എന്തു പറ്റി? ഒന്നുമില്ല. അമ്മ എന്തിനാ കരയുന്നേ? കാര്യം പറ. ഒന്നുമില്ല മോളെ. താൻ വളയിട്ട് കൊടുത്തപ്പോ അമ്മയ്ക്ക് സന്തോഷം കൊണ്ടൊരു സങ്കടം. അത് നിയന്ത്രിക്കാൻ പറ്റിയില്ല. കണ്ണീരാരും കാണാതിരിക്കാനാ ഇങ്ങ് അടുക്കളയിലേക്ക് വന്നത്, അല്ലേ അമ്മേ? അമ്മ, ഒരു ചെറിയ വള ഞാൻ അമ്മയ്ക്ക് ഇട്ട് തന്നു. അത് അത്ര വലിയ സംഭവമൊന്നുമല്ല മോളെ. എനിക്ക് മാത്രല്ല, നമ്മളെല്ലാവർക്കും ഇതൊരു വലിയ സംഭവം തന്നെയാ. കുറെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചവളാ ഞാൻ. ചിലപ്പോഴൊക്കെ എന്നെ വിഷമിപ്പിച്ചേന് ദൈവങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു സന്തോഷം കരുതി വെച്ചിട്ടാ എന്നെ കരയിപ്പിച്ചെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ദൈവങ്ങൾ എന്നെ പറ്റിച്ചതായിരുന്നു നേരത്തെ. ബാലുവും സാഗറും മീനാക്ഷിയും എന്തെങ്കിലും തരുന്ന പോലെയല്ല വന്ന് കേറിയ ഈ മോള് തരുമ്പോ മനസ്സങ്ങ് നിറഞ്ഞു പോയി മോളെ. അമ്മ, ഞാനത് അങ്ങോട്ട് ചെയ്യേണ്ടതാ. പക്ഷെ മോളിത് ഇങ്ങോട്ടാ കാണിച്ച്. അമ്മ കരയാതെ, വിഷമിക്കണ്ട. മോളെപ്പോലെ ഒരാളെ കിട്ടുന്നത് എന്റെ ബാലുവിന്റെ ഭാഗ്യാന്നാ വിചാരിച്ച്. പക്ഷെ ഇതിപ്പോ എന്റെ ഭാഗ്യ, നമ്മളുടെ എല്ലാം ഭാഗ്യ. ശരി അമ്മ, ഓക്കെ, ഞാൻ തർക്കിക്കുന്നില്ല. അമ്മ വാ. അതെ അതെ അതെ, അമ്മ വാ. നമുക്ക് ഈ കോളനിക്കാരെയൊക്കെ അപർണയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അതെ അതെ, പോവാൻ വരട്ടെ. അതിനു മുന്നേ ഒരു ചടങ്ങുണ്ട്. ചടങ്ങു? എന്ത് ചടങ്ങ്? ഒരു സെൽഫി. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, ഏട്ടത്തി അമ്മയോടൊപ്പം എന്നതാണ് ക്യാപ്ഷൻ. അങ്ങോട്ട് നടക്ക്. എടുക്കാൻ പറ്റാ? ഒരു മിനിറ്റ്, നിങ്ങൾ ചേർന്ന് ഇത്രയും ഗതികെട്ട ഒരു കല്യാണം നമ്മുടെ മോൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും നടന്നിട്ടുണ്ടോ? കതിർ മണ്ഡപത്തിൽ എന്തൊക്കെയാ സംഭവിച്ചത്? പോലീസ് വരെ വന്നില്ലേ? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പില് നമ്മളിനി എങ്ങനെ നോക്കും? പോലീസ് വന്ന് ഗുണമല്ലേ ഉണ്ടാക്കിയുള്ളൂ. സുധാമണിയുടെ വീട്ടുകാരുടെയും സത്യസന്ധത എല്ലാവരും തിരിച്ചറിഞ്ഞില്ലേ? നമ്മളായിട്ടാ ആ പാവം സ്ത്രീയെ ഒരു കള്ളിയാക്കിയത്. നമ്മളായിട്ട് കള്ളിയാക്കിയെന്നോ? താലിന്നും പറഞ്ഞൊരു മഞ്ഞച്ചരടും തൂക്കി പിടിച്ചോണ്ട് വന്ന അത് സമ്മതിച്ചു കൊടുക്കണോ? ഇനി കള്ളന്മാര് മോഷ്ടിച്ചുകൊണ്ട് വന്ന സ്വർണം അത് മൂക്ക് പണ്ടോ ആണോ അല്ലാത്ത പണ്ടോ ആണെന്നൊക്കെ നമുക്കെങ്ങനെ അറിയാം? ഈശ്വര ഭഗവാനെ, ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കണേ. യാമിനി, അളിയ, ഞാനൊരു കാര്യം പറയാം. സന്ദീപ്, നീ പറയാൻ വരുന്ന എന്താണെന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ തുറന്നു പറയാം. നല്ല വൃത്തിക്ക് നടക്കേണ്ട ഒരു കല്യാണമായിരുന്നു എന്റെ മോളുടേത്. അമ്മയും സന്ദീപൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാ യാമിനിയുടെയും കൂടെ മനസ്സ് മാറിയത്. അത് ശരി, കൊന്നവനല്ല കണ്ടവനാ കുറ്റം അല്ലേ? കണ്ണേ പൊന്നേന്നും പറഞ്ഞു വളർത്തിയ മോളെ കൊല്ലാൻ കൊടുക്കും പോലെ പിടിച്ചു കൊടുത്തതേ നീയാ. എന്നിട്ടിപ്പൊ ഗുണദോഷിച്ച ഞങ്ങൾക്കായി കുറ്റം അല്ലേ? എടാ മോനെ, ചേർക്കേണ്ട അടുത്തേ ചേർക്കാവൂ. അതാദ്യം മനസ്സിലാക്കും. എനിക്കെല്ലാം മനസ്സിലാവുന്നു. നാളെ മറുവീട് പോകുന്ന ചടങ്ങാ. സന്തോഷത്തോടെ അതിന്റെ രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവിടെ പോണം. ഒരു മറുവീട്, അതും ആ നശിച്ച വീട്ടിലോട്ട്. യാമിനി, ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി ആ വീട്ടുകാരെ അധിക്ഷേപിച്ച് സംസാരിക്കുക. പക്ഷേ അവരവിടെ എന്ത് സന്തോഷത്തിലായിരിക്കുന്നറിയോ?
കല്യാണ ദിവസമൊക്കെ ആയതുകൊണ്ട് നിന്റെ വീട്ടിൽ നല്ല തിരക്കായിരിക്കും. ആ തിരക്കിൽ ആളൊഴിഞ്ഞ കോണിൽ ഞാനുണ്ട്. നീ ഇറങ്ങി വരണം. നീ എന്താ മീനു വേണോ വേണ്ടാത്ത പോലെ കാര്യങ്ങൾ ചെയ്യുന്നേ? വേഗം ആവട്ടെ. ബെഡില് ഇത്ര മുല്ലപ്പ് മതിയോ? ആ ഉള്ളത് മുഴുവൻ അങ്ങിട്ടേക്ക്. ഓക്കെ, സെറ്റ്. അമ്പടാ കൊള്ളാലോ. തകർത്തിട്ടില്ലേ? പൊളിച്ചിട്ടില്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. കോളനിക്കാരെ പരിചയപ്പെടാൻ പോയിട്ട് ഏട്ടനും അപർണേച്ചി ഇതുവരെ വന്നില്ലല്ലോ. ആ സുഭാഷിണി ചേച്ചിയുടെ വായിച്ചൊന്ന് ചാടാതിരുന്നാ മതി. ആ, അമ്മേ. എന്തടാ? അല്ല, അമ്മ മുറിയുന്ന ഔട്ടായില്ലേ? ഇനി എവിടെയാ കിടക്കാന്ന് തീരുമാനിച്ചോ? എനിക്ക് ഈ വീട്ടിൽ കിടക്കാൻ എത്ര സ്ഥലം വേണം? ഞാൻ എവിടെയെങ്കിലും അങ്ങ് ചുരുണ്ടുകൂടി കിടക്കും. ഞാൻ ഹാളിലെ സെറ്റിൽ കിടന്നോളാം. അമ്മ ഒരു കാര്യം ചെയ്യും, ഞാൻ കിടക്കുന്ന ദിവാനി കിടന്നോ, ഞാൻ അവിടെ നിന്ന് മാറി കിടന്നോളാം. എന്റെ കാര്യം ആലോചിച്ചിട്ട് ഇങ്ങള് വിഷമിക്കണ്ട, ഞാൻ എവിടെയെങ്കിലും കിടന്നോളൂ. എന്നാലും മരുമോള് വന്നപ്പോ അമ്മായിയമ്മ പുറത്തായി. എന്റെ അപർണ മോളെ കുറിച്ച് തമാശക്കാണെങ്കിലും എന്തെങ്കിലും മോശം പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നീ. പാവ അപർണേച്ചി, ചേച്ചിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. അതെ, നേരാ. ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോ ആ കിരണയും കിട്ടി അങ്ങ് പോയേനെ. അങ്ങനെ പോകാൻ പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അവരെ ദൈവം കൂട്ടിച്ചേർത്തതാ, ഒരിക്കലും വേർപെടുത്താൻ പറ്റൂല. ആരാമേ? ഒരു കാറ്ററിംഗിന്റെ ഓർഡറാ. എല്ലാം പറഞ്ഞു തീർത്തല്ലേ, പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക സുധേ. നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷേ നിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് ഒരു കൊതി. ഫോൺ വെക്കുന്നുണ്ടാ? ഉടൻ വെക്കാം. നമ്മുടെ ബാലമോനും ഭാര്യയും അടുത്തുണ്ടോ? എനിക്കറിയാം നീ മാറി നിന്നായിരിക്കും സംസാരിക്കുന്നത്. നമ്മുടെ മരുമകൾ നല്ല സുന്ദരി കുട്ടിയാ അല്ലേ സുധേ? നിന്നെപ്പോലെ തന്നെ ആകെ ഒരു തേജസ്സും പ്രഭയും നിറഞ്ഞ കുട്ടി. ഇതുപോലൊരു മരുമകളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാ. നമ്മളെ കുട്ടികള്, നമ്മളെ മരുമകള്, അങ്ങനെ എല്ലാത്തിലും നമ്മൾ ചേർത്ത് പറഞ്ഞ് എല്ലാം അങ്ങ് ഉറപ്പിച്ചെടുക്കല്ലേ. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി എന്റെ ജീവിതത്തിലേക്ക് വരാൻ നോക്കണ്ട. എന്നെ സംബന്ധിച്ച് ഇനി നമ്മളില്ല, ഞാനേ ഉള്ളൂ. ബാലു വിവാഹം കഴിച്ച മോള് എന്റെ മരുമോളാ, എന്റെ മാത്രം മരുമോള്. ശരി സുധാമണി, നീ അവിടെ വലിയ തിരക്കിലായിരിക്കും. മറ്റാരും കേൾക്കാതെ സംസാരിക്കുന്നതിന്റെ ഒരു ടെൻഷനും ഉണ്ടാവും. ഫോൺ വെച്ചോളൂ, നമുക്ക് നാളെ സംസാരിക്കാം. നാളെ വിളിക്കാന്നോ? അപ്പൊ നിങ്ങൾ എന്നെ പ്രാന്ത് പിടിപ്പിച്ച് അടങ്ങുമല്ലേ? ഓരോ പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിക്കുമ്പോഴും അതെന്റെ സമാധാനം തകർക്കുകയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം.
എന്റെ വേദന ആസ്വദിക്കുക നിങ്ങള്. വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് എന്തോ മനസ്സിൽ കണ്ടിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് മനക്കോട്ട കണ്ടിട്ടാണെങ്കിലും ശരി, സുധാമണിയുടെ മനസ്സിലുണ്ട് ചില തീരുമാനങ്ങൾ. അതൊന്നും മാറ്റിയെടുക്കാന്ന് വിചാരിക്കണ്ട. നെഞ്ചില് നെരിപ്പോടുമായിട്ട് നിൽക്കുന്നു എന്ന് പറയാറില്ലേ? അങ്ങനെ നെഞ്ചില് നെരിപ്പോടുമായിട്ട് നിൽക്കുന്നോളാം ഞാൻ. എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിലേ സുധാമണിയായി ഒന്ന് ജനിച്ച് ജീവിക്കണം. സോറി സുധേ. ഞാനിപ്പോ ഒന്നും പറയണ്ട. എനക്കൊന്നും കേൾക്കുകയും വേണ്ട. ഹലോ സുധേ, സുധാമണി. പ്രിയതമയുടെ സംസാരം കേട്ടിട്ട് എന്തു തോന്നുന്നു? ആളടുക്കുന്നുണ്ടോ? ആ, അവൾ പണ്ടേ അങ്ങനെയാ. ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ, ഇളക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ആദ്യമായി വിളിച്ചത് മുതൽ അവൾക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ ഇനി അവളുടെ ജീവിതത്തിലേക്ക് ചെല്ലണ്ട എന്ന്. നീയും കേട്ടതല്ലേ, ഇത്രയും കാലം മക്കളെ വളർത്തി ഈ നിലയിലാക്കാമെങ്കിൽ ഇനി എന്റെ ഒരു സഹായവും വേണ്ട എന്ന്. അവൾക്ക് ചേട്ടൻ വേണ്ടെങ്കിലും നമുക്ക് അവളെ വേണമല്ലോ. അവളുടെ സഹായം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ പൂർണ്ണമായും വിജയത്തിലെത്തും. അമ്മ പേടിക്കുന്നു വേണ്ട, അച്ഛൻ ഇതൊക്കെ സാധിച്ചെടുക്കും. ഇന്നവിടെ കല്യാണ മണ്ഡപത്തിലേക്കുള്ള അച്ഛന്റെ ആ പോക്ക് മാസായിരുന്നു. അവൾക്ക് വേണ്ടി ഒരു ഷോ നടത്താമെന്നും കരുതിയതാ. പക്ഷേ ആ സമയത്തല്ലേ പോലീസ് വന്നത്. സാമം ദാനം ഭേദം ദണ്ണം, അങ്ങനെയാണല്ലോ. ആദ്യം ശാന്തമായി ഒന്ന് ഇടപെട്ട് നോക്കാം. സാമം ശരിയായില്ലെങ്കിൽ ചില കാര്യങ്ങൾ ഓഫർ ചെയ്ത് നോക്കാം. ഒന്നിനും വഴങ്ങിയില്ലെങ്കിൽ പിന്നെ എന്റെ യഥാർത്ഥ മുഖം കാണിക്കും. ദണ്ണം തുടങ്ങും. കുഴപ്പങ്ങളിലേക്കൊന്നും പോകണ്ട. എങ്ങനെയും അവളെ കൊണ്ട് കാര്യം നടത്തിയെടുക്കണം. അവളടുക്കുന്നില്ലെങ്കിലേ നിങ്ങളുടെ മോളെ സ്വാധീനിച്ചെടുക്കണം, മീനാക്ഷിയെ. നിങ്ങൾ മോളുമായി അടുക്കുന്നു എന്നറിഞ്ഞാൽ അവള് പേടിക്കും. ആ സുധാമണി. അതെ അച്ഛാ. ഹലോ. നീ എന്താ ആദ്യം ഫോൺ എടുക്കാത്തെ? ഞാൻ വണ്ടി കുറച്ച് മാറ്റി നിർത്തി അങ്ങോട്ട് നടന്നു വന്നോണ്ടിരിക്ക. സൂരജ് വേണ്ട, ഇങ്ങോട്ട് വരണ്ട പ്ലീസ്. അങ്ങോട്ട് വരണ്ടെന്നോ? ദേ, നീ വാക്ക് തന്നതാ, രാത്രി പുറത്ത് വന്ന് എന്നെ കണ്ടോളാന്ന്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു കിട്ടിയപ്പോ കാലു മാറാന്നാണോ? ഞാൻ പറയുന്നൊന്ന് കേക്ക് സൂരജ്. ഇന്ന് പുറത്തു വരാൻ പറ്റില്ല. ഇപ്പൊ തന്നെ
ഏട്ടനും ഏട്ടത്തി കോളനിയിലുള്ളവരെ പരിചയപ്പെടാൻ പോയിരിക്കുക. കല്യാണം നടന്ന ദിവസമായതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരികയും ചെയ്യും. ഒന്നാമത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. ഏട്ടന്റെ കല്യാണത്തിന്റെ ടെൻഷൻ കൊണ്ടാ ഞാൻ. അതുകൊണ്ടാ സൂരജിന്റെ ഫോൺ വരുമ്പോ ആരെ ഫോൺ ചെയ്യുന്നതെന്നൊക്കെ ശ്രദ്ധിക്കും. സൂരജ് പ്ലീസ് ഇന്ന് വരല്ലേ, ഞാൻ നാളെ വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട, നാളെ മറ്റന്നാൾ ഒന്നും വിളിക്കണ്ട. ഇന്ന് രാത്രി നമ്മൾ തമ്മിൽ കാണും. ഓരോ ദിവസവും ഓരോ അടവുകളല്ലേ. നീ ഫോൺ വൈബ്രേറ്റർ മൂഡിലിട്ടേക്ക്, അപ്പോ ശബ്ദം കേൾക്കില്ലല്ലോ. എന്തായാലും എന്നെ പറ്റിക്കാന്നൊന്നും കരുതണ്ട. അങ്ങനെയല്ല സൂരജ്. എങ്ങനെയല്ലെങ്കിലും ശരി, ഞാൻ വരും. പുറത്ത് വന്ന് ഫോൺ ചെയ്യും, നീ വന്നോണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോ കണ്ടോ. ഹലോ, കിരൺ, ഞാൻ വീട്ടിൽ വിളിച്ചിരുന്നു. അപ്പോഴേ പുറത്തു പോയെന്ന് പറഞ്ഞേ. ഇവിടെ കാണുമെന്ന് ഞാൻ ഊഹിച്ചു. എന്റെ ദേഹത്ത് തൊട്ടു പോകരുത്. മോനെ, ഇനി എന്റെ കൺമുമ്പിൽ വന്നു പോരുത്. കല്യാണ തലേന്ന് ഞാൻ പറഞ്ഞതാ, നടക്കുമെങ്കിൽ മാത്രമേ വാക്ക് പറയാവൂന്ന്. എടാ മോനെ, പോലീസ് അവിടെ വന്നതാ പ്രശ്നമായത്. 2 മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരില്ലായിരുന്നോ? നീ അപ്പം മോളുടെ കഴുത്തിൽ താലി കെട്ടിയേനെ. നിങ്ങൾ ഇനി ഒന്നും പറയണ്ടേ. ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ പറഞ്ഞ എനിക്കുള്ളതാ, അവളെ ഞാൻ തന്നെ നേടിയിരിക്കും. അതെ, നീ തന്നെ നേടണം. അങ്ങനെ നേടാൻ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. അവിടെ യാമിനി കലിപ്പില്ല. യാമിനിക്ക് അപർണയുടെയും ബാലുവിന്റെയും കല്യാണം നടന്നത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപർണയെ ആ സുധാമണിയുടെ വീട്ടിലേക്ക് അയച്ചതില് മനസ്സ് നീറി നിൽക്കുകയാ അവള് വീട്ടില്. ഇതൊരു അവസരമാ. ഞാനൊരു പ്ലാൻ പറയാം. വേണ്ട, ഇതിപ്പോ ഞാൻ വർക്കൗട്ട് ചെയ്തോളാം. ഇനി എന്റെ നീക്കങ്ങളിൽ ഒരു പിഴവും വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കാര്യങ്ങൾ നീക്കാം. പുറത്തു നിന്നൊരു ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ അങ്കിളിനെ വിളിക്കാം. മതി, പുറത്തു നിന്നെങ്കിൽ പുറത്തു നിന്ന്. ഇനി ആ ഭാഗത്തു നിന്ന് നീ എന്നെ പുറത്താക്കാതിരുന്നാ മതി. ഞാൻ കൂടെയുണ്ട്. അവളെ നീ നേടുന്നത് എനിക്ക് കാണണം. എന്നാലേ എനിക്ക് സമാധാനമാവും.